സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളത്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി. കുറച്ച് മധുരത്തോടെ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിപ്പം ആദ്യം ഞാനൊരു കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടുന്ന ചേരുവകളാണ് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 പച്ചമുളക് കീറിയതാണ്, കുറച്ച് കറിവേപ്പില, നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ കേൾക്കണം. നല്ലപോലെ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരണം. പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കട്ടെ. പൈനാപ്പിൾ വേവുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് ഉണ്ട്. 1/2 കപ്പ് തിരികെ തേങ്ങയാണ്. അപ്പം അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. കടുക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ചതച്ച് ചേർത്താലും മതി. ഞാനിപ്പോൾ ചതച്ചാണ് കടുക് ചേർക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ അരച്ച് കൊണ്ടുവരാം. ഞാനിപ്പോൾ അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ഉടച്ച് വയ്ക്കാം. അപ്പം അതിലേക്ക് നമുക്ക് തൈര് ഉടയ്ക്കാം. ഒരു ബൗളോളം തൈര് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം പുളി കുറവായതുകൊണ്ടാണ് ഞാൻ തൈര് ഇത്തിരി കൂടുതൽ ഒഴിച്ചത്. അപ്പോൾ പുളി ഉള്ള തൈരാണെങ്കിൽ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. നല്ല കട്ടയ്ക്കായിട്ട് തന്നെ തൈര് ഇരിക്കണം, എന്നാലേ അതിങ്ങനെ കുറുകിയിരിക്കത്തുള്ളൂ. തൈരിൽ വെള്ളത്തിൻ്റെ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അതൊന്ന് ലൂസായി വരും. അപ്പം നമ്മുടെ പച്ചടിക്ക് നല്ല ഒരു കുറുകി ഉണ്ടാവത്തില്ല. നമ്മളിങ്ങനെ തൊടുകറിയായിട്ടല്ലേ വെക്കുന്നത്, സദ്യക്ക് വെക്കുന്നത്. അപ്പോൾ അത് തൈരുണ്ട് ഇതുപോലെ ഇരിക്കണം, കട്ട തൈരായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ തൈര് ഇരിക്കണം. കുറച്ച് കടുകും കൂടി നമുക്കൊന്ന് ചതച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ട് തൈര് കടുകിട്ടിട്ടുണ്ട്. ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാ ചേരുവകളും ചേർത്ത് വേവിക്കാം. അപ്പോൾ ഞാനതിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, പൈനാപ്പിൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഉടച്ചാൽ നല്ല പോലെ ഉടഞ്ഞു വരും. നല്ല ഉടഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഉടച്ചാൽ മതി, ഉടച്ചെടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ണം പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അപ്പം ഞാനിപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. നമുക്കത് അടുപ്പിലേക്ക് മാറ്റാം. കടുക് ചതച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അരപ്പ് നല്ലപോലെ വെന്ത് പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കും. നമ്മുടെ പൈനാപ്പിളിന് മധുരം കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇതിലേക്ക് മധുരം ചേർക്കുകയാണ്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം. ഇവിടെ ഞാനിപ്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിലേക്ക് ഒരു 1.5 സ്പൂണോളം ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനിയൊന്നുമില്ല, മധുരമെല്ലാം ചേർത്ത് മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമ്മുടെ തൈര് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഓഫാക്കണം, പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഒന്നും ആവി മാത്രം ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. അപ്പം ഞാനിതിലേക്ക് തൈര് ഒഴിക്കുകയാണ്. തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്നും വേണ്ട, നമുക്ക് കടുക് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഇരുന്ന് കുറുകി വരും. ഈ മധുര പച്ചടി എന്ന് പറയുന്നത് ഇരുന്ന് നല്ല പോലെ കുറുകി വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ശകല ലൂസായിട്ടിരിക്കുന്നെങ്കിലും ഇത് നമ്മളിപ്പം സദ്യക്ക് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയാകുമ്പോഴല്ലേ, ഞാൻ 12 മണി 1 മണിയാകുമ്പോഴല്ലേ നമ്മൾ സദ്യ വിളമ്പുന്നത്, ആ സമയമാകുമ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കറി നമ്മൾക്ക് കോരി ഒഴിച്ച് വെക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൂടി ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സദ്യ സ്പെഷ്യൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന്. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.